Meet the editors. വീണ്ടും പ്രകോപനത്തിനോ എന്നാണ് ചോദ്യം. ഇതിപ്പോൾ രാജ്ഭവന് പുറത്തേക്ക് വരികയാണ്. തൃശ്ശൂർ മാളയിൽ NSS കരയോഗത്തിൻ്റെ യോഗ ദിനാചരണത്തിൽ ഭാരതാംബ വരുന്നു. അവിടെ നാടകീയമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഒടുവിൽ അത് സ്ഥാപിക്കാൻ വന്ന RSSന്റെ അവിടുത്തെ നേതാവിനെ ഇറക്കിവിടുന്ന സാഹചര്യം NSS അംഗീകരിച്ചില്ല. പിന്നീട് ഇറക്കിവിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ ഇത് സെനറ്റ് ഹാളിൽ പത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച പരിപാടിയിൽ, അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട പരിപാടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് പൂജിക്കാനായിട്ട് ഗവർണർ എത്തുന്നു. അത് സർക്കുലർ പ്രകാരം നടത്താനാവില്ലെന്ന് രജിസ്ട്രാർ പറയുന്നു. പക്ഷേ അപ്പോഴേക്കും ബഹളമാവുന്നു. ഗവർണർ വന്ന് പ്രസംഗിച്ചിട്ട് പോകുന്നു. വീണ്ടും പ്രകോപനമാണ്. ഇതിൻ്റെ ഒരു അപകടം മനസ്സിലാവുന്നതേ ഇപ്പോൾ പത്മനാഭ സേവാ സമിതി എന്ന ഒരു ചെറിയ സംഘടനയുടെ പരിപാടി തത്സമയം ലൈവ് പോവുകയാണ്. ആ പരിപാടി ഒരു വലിയ പരിപാടിയായി മാറുകയാണ്. അതാണതിലെ അപകടം. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ രാജ്ഭവന് പുറത്തേക്ക് ഈ പറഞ്ഞ കശ്മീരില്ലാത്ത, നമ്മുടെ ഇന്ത്യ അല്ലാത്ത ഇന്ത്യയുടെ ഭൂപടം ഇങ്ങനെ ഒരു കുഴപ്പവുമില്ല എന്ന രൂപത്തിൽ വിവിധ പരിപാടികളിൽ അതിന് വയ്ക്കാൻ പോവുകയാണ്. എല്ലായിടത്തും ഇതുപോലെ വിളക്ക് കൊളുത്തും പുഷ്പാർച്ചനയുണ്ടാകും. അപ്പോൾ അതൊരു ന്യൂ നോർമൽ ആ രൂപത്തിലേക്ക് അത് മാറുമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ അവിടെ ഗവർണറുടെ പ്രസംഗം, നമ്മൾ മുഴുവൻ സമയം ആ പ്രസംഗം കൊടുത്തല്ലോ. ആ പ്രസംഗത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ പ്രധാനപ്പെട്ട പ്രസംഗമാണ്. ആ പ്രസംഗം RSS എങ്ങനെ ഇപ്പോഴത്തെ ഇന്ത്യയിൽ എത്രത്തോളം സ്വീകാര്യമായി കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്തെ ആ പ്രശ്നങ്ങൾ, ഇന്ദിരാഗാന്ധിയുടെ സ്വേച്ഛാധിപത്യ ഭരണം അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്, അതിനുശേഷമുണ്ടായ അറസ്റ്റുകൾ, ആളുകൾ അനുഭവിച്ചത്, ഈ രാജ്യം അനുഭവിച്ചത്, ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. 77 നടന്ന യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം എന്നുള്ളത് പിന്നീട് ആവർത്തിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്നത്തെ കോൺഗ്രസ് അതിൽ ഖേദിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു തെറ്റായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു പോയ ഒരു സംഭവമാണ്. അതിൻ്റെ മുറിവുകൾ ഇപ്പോഴുമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അന്ന് അടിയന്തരാവസ്ഥയെ എതിർക്കുമ്പോൾ ഞാനന്ന് പഠിക്കുകയാണ്, അന്ന് കോളേജിലാണ്, ഞാനും എൻ്റെ പിതാവും അന്ന് ജയിലിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇന്ദിര സർക്കാർ ആളുകളെ അടിച്ചമർത്തിയത് എന്നുള്ള കാര്യം പറയുന്നു. അന്ന് ജയിലിലായവരിൽ 80,000 പേരോളം RSSകാരായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ RSS എത്രത്തോളം രാജ്യസ്നേഹികളായിരുന്നു എന്നും, ഇവിടെ സ്വാതന്ത്ര്യ സമര കാലത്തില്ലായിരുന്നുവെങ്കിലും ഈ പറയുന്ന അടിയന്തരാവസ്ഥ കാലത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചത് RSSകാരായിരുന്നു എന്ന ഒരു കാര്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ആ പ്രസംഗം മുഴുവനായി ഉപയോഗിച്ചത്. ജനസംഘവുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ, ജനസംഘമാണെന്ന് പറയുമ്പോഴും RSS ആണല്ലോ. ഈ RSSുമായി സഹകരിച്ചതിനെ കുറിച്ചാണ് മറക്കരുത് കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ പറഞ്ഞത്. ഇതൊക്കെ ഏത് സമയത്ത് ഒരുമിച്ച് വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവം കൂട്ടുന്നത്. എനിക്ക് നല്ല ആശങ്കയുണ്ട്. കാരണം ഇതിനി അങ്ങ് തുടരുകയാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനൊരു സ്വീകാര്യത ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെങ്ങനെ തടയുന്നു എന്ന് വെച്ചാൽ എനിക്കറിയില്ല. സംസ്ഥാന സർക്കാർ ഒരു വശത്ത് അതിനെ എതിർക്കുമെന്ന് പറയുന്നു. ഇന്നിപ്പോൾ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി ഗവർണറെ ഈ ഭാരതാംബ വിഷയത്തിലുള്ള എതിർപ്പ് അറിയിക്കും എന്നുള്ളതാണ്. ഔദ്യോഗികമായും ഔദ്യോഗിക പരിപാടിയിൽ പാടില്ല എന്നറിയിക്കും. ഔദ്യോഗിക പരിപാടികളല്ലാത്ത പരിപാടികൾ ഈ രൂപത്തിൽ വരുമെന്നേ. ഇതിപ്പോൾ ഈ സർവകലാശാല സെനറ്റ് ഹാളിൽ പരിപാടി നടത്തുന്നതിനെ കുറിച്ച് കൃത്യമായ അതിനൊരു ചട്ടമുണ്ട് എന്ന് പറയുമ്പോൾ ഈ തരത്തിലുള്ള മതചിഹ്നങ്ങളുള്ള പരിപാടികൾ പാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ അതിൽ. പക്ഷേ ആ ചട്ടം ലംഘിക്കപ്പെട്ടു. അപ്പോൾ ഇത് മതമല്ല എന്ന് പറയും, ഇത് ഭാരതാംബയാണെന്ന് പറയും. ഇനി ഭാരതാംബ എന്നുള്ള കാര്യത്തിലേക്ക് ഒതുങ്ങുകയാണ്. കാരണം ഭാരതാംബ എന്ന് പറയുമ്പോൾ ഇനി കാവിക്കൊടിയുള്ള ഭാരതാംബ എന്നുള്ളത് ആ കാര്യങ്ങൾ മാറ്റിവെച്ച് ഭാരതാംബയെ എതിർക്കുന്നവരാണ് മറ്റുള്ളവർ, ഭാരതാംബയെ എതിർക്കുന്നവരാണ് മറ്റൊന്നുള്ള എന്നൊരു നെറേറ്റീവ് വരും. ആ നെറേറ്റീവ് വരുമ്പോൾ എന്താണ് ഭാരതാംബയെ എതിർക്കുന്നതെന്ന് പറയുമ്പോൾ രാജ്യത്തെ എതിർക്കുന്നവർ, രാജ്യവിരുദ്ധർ, ഈ രൂപത്തിലേക്കാണ് അത് വരാൻ പോകുന്നത്. ഈ നറേറ്റീവിന് ഇവിടെ വലിയ സ്വീകാര്യത ലഭിക്കുന്നു. ഇന്നിപ്പോൾ BJPക്കാർ മുഴുവൻ അവിടേക്ക് ഓടി വന്നല്ലോ, RSSകാർ മുഴുവൻ ഓടി വന്നല്ലോ. അവിടെ പ്രതിഷേധിച്ച SFIക്കാരും KSUക്കാരും ഉണ്ടായിരുന്നു. മർദ്ദനം, അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടലുണ്ടായി, ഒരു സംഘർഷ സാഹചര്യം ഉണ്ടായി. ഇതൊരു തുടർക്കഥയാകാൻ പോകുന്നു. സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ഒരു വർഷമാണ് ഈ പറഞ്ഞ പോലെ പ്രായോഗികമായി സർക്കാരിന് ഗവർണറുമായി വലിയ പോരിലേക്ക് പോയാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ തന്നെ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടാത്ത വിഷയമടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നുണ്ട്. ഗവർണറുമായി ഒരു പോരിനില്ല എന്ന് പറഞ്ഞു. ഗവർണറും പോരിനില്ലെന്നേ. ഗവർണർ ഒരു അക്ഷരം പുറത്തേക്ക് ഒരു ബൈറ്റിൽ പോലും മാധ്യമപ്രവർത്തകരോട് എന്തെങ്കിലും എതിരഭിപ്രായം പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ല. ഗവർണർ എന്താ പ്രസംഗത്തിൽ പറഞ്ഞു, ഈ പരിപാടി അല്പം വൈകിയതിൻ്റെ കാരണം നിങ്ങൾക്കറിയാമല്ലോ. ഒരൊറ്റ വാചകത്തിൽ നിൽക്കുകയാണ്, അത്രയേ ഉള്ളൂ. ബാക്കി അദ്ദേഹം പറയുക അദ്ദേഹത്തിൻ്റെ മെസ്സേജിലൂടെയാണ്. അതാണ് RSSന്റെ ശൈലി. അല്ലാതെ നേരത്തെയുള്ള ഗവർണറുടെ ആരിഫ് മുഹമ്മദ് ഖാന്റെ ശൈലിയല്ല. ഇപ്പോൾ നോക്കുമ്പോഴേ അദ്ദേഹം ഒരു ബഹളക്കാരനായിരുന്നു, കുഴപ്പമില്ലായിരുന്നു തോന്നുന്നുണ്ട് അല്ലേ?
താരതമ്യേന കുഴപ്പമില്ലാത്ത ഒരാളായിരുന്നു, ഒരു ബഹളക്കാരൻ, ഒരു ചുണ്ടിക്കാരൻ, എല്ലാവരോടും പോരുണ്ടാക്കി നടക്കുന്ന ഒരു നിഷ്കളങ്കൻ. അല്ല, ഞാൻ പറഞ്ഞ അതിന്റെ ഗൗരവം ഞാൻ പറയുന്നത്, ഇത് വേറെയാണ്. ആർലേക്കർ കാണിക്കുന്ന യഥാർത്ഥ RSSന്റെ മുഖമാണ്. അത് നിശബ്ദം പടരും. 100ാം വാർഷികമാണ്. അത് ജനങ്ങളിൽ സ്വീകാര്യതയുണ്ട് എന്ന രൂപത്തിലേക്ക് പടർത്തിക്കൊണ്ടുവരും. ഇവിടെ CPM കോലാഹലം ഉണ്ടാക്കിയിട്ടാണോ അതിനെ എതിർക്കേണ്ടത്, അതോ അത് വേരോടെ അറുക്കാനുള്ള മറ്റെന്തെങ്കിലും തന്ത്രങ്ങൾ മെനയുമോ, അതോ ഇവിടെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് ഈ നാട് ആകെ ഭയന്നിരിക്കുകയാണെന്നുള്ള ഈ പ്രചാരണം ഇവിടെ നടത്തുമ്പോൾ ഇത് ആരെ സഹായിക്കാനാണ്? ഇത് ഏത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മാത്രം ഒതുങ്ങുന്നല്ലോ. ഇന്നത്തെ CPM സെക്രട്ടേറിയറ്റിലെ ഒരു വിശകലനം എന്താണ്? ജമാഅത്ത് ഇസ്ലാമി വിഷയം ഉന്നയിച്ച് ഒട്ടും തെറ്റിപ്പോയിട്ടില്ല, അത് നന്നായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് തന്നെ ഇനി ഉന്നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ നല്ലതാണ്. അവിടെ നല്ലോണം വെള്ളവും വളമൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി വളർത്തട്ടെ. എന്നിട്ട് അവനവൻ്റെ അടിവേര് തോണ്ടുന്ന പരിപാടിയിലേക്ക് ആണ് പോകുന്നത്. പൂർത്തിയാക്കട്ടെ. ആകെക്കൂടെ ഒരു സംസ്ഥാനമേ ഉള്ളൂ. ഈ സംസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ അവസാനമാകുന്ന രൂപത്തിലേക്ക് അത് പോകുമോ എന്ന് ഭയം എനിക്കുണ്ട്. ഇന്നത്തെ ഈ പരിപാടി ഭയപ്പെടുത്തുന്നതാണ്, എനിക്ക് നല്ല ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഇതിലൊരു തുടർച്ചയുണ്ടാകും. ഇത് എങ്ങനെ നേരിടും എന്നുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാർ എന്നല്ല ഞാൻ പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് ഒരു ആലോചന നടത്തുന്നതെന്നാണ് എനിക്ക് അറിയേണ്ടത്. ഇതിൽ പ്രതിപക്ഷമായാലും പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ളത് എന്താണ്? പ്രതിപക്ഷമായും പലപ്പോഴും പറയാനുള്ളത് ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒത്തുകളി, കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒത്തുകളി, ഇതിവിടെ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് പലപ്പോഴും അറിയിക്കുന്നു. ഇപ്പോൾ KSU പ്രതിഷേധത്തിനുണ്ട്. പക്ഷേ KSUവിൻ്റെ പ്രതിഷേധം എന്നുള്ളതല്ലല്ലോ. രാഷ്ട്രീയ പാർട്ടികൾ, അതിൻ്റെ തലമുതിർന്നവർ, കോൺഗ്രസ് നേതാക്കൾ, CPM നേതാക്കൾ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു? ഇപ്പോൾ ഈ വിഷയം, ഗവർണറുമായി വിഷയം വന്നു കഴിഞ്ഞ ശേഷം നമ്മൾ കണ്ടത് എന്താണ്? ഈ MV ഗോവിന്ദൻ്റെ പ്രതികരണത്തിന് ശേഷം, ഇൻ്റർവ്യൂവിന് ശേഷം അതുണ്ടാക്കിയ ഡാമേജ് മറികടക്കാൻ വേണ്ടി പിറ്റേ ദിവസം ശിവൻകുട്ടി ആ പരിപാടിയിൽ ബോധപൂർവം പോയി എഴുതി തയ്യാറാക്കിയ കാര്യങ്ങൾ വായിച്ചു. എന്തായാലും പറഞ്ഞ വാചകങ്ങളൊക്കെ നല്ല ഷാർപ്പായിരുന്നു, അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എഴുതി തയ്യാറാക്കി വായിക്കുന്നു എന്നുള്ളതിൽ തന്നെ നേരത്തെ ഉണ്ടാക്കിയ ഡാമേജ് കുറയ്ക്കാനുള്ള ഒരു പരിപാടിയാണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കണം. അതിനുശേഷം അത് ഗവർണറുടെ ചുമതലകൾ, ഗവർണറുടെ അധികാരങ്ങൾ എന്ത് എന്നുള്ള പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് അതിൽ തന്നെ വെള്ളം ചേർക്കുന്ന രൂപത്തിലേക്ക് അത് വന്നു എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. അപ്പോൾ എത്രത്തോളം ചെയ്യാൻ പറ്റും? ഒരു നിസ്സഹായാവസ്ഥയിലേക്ക് മാറുകയാണോ? ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ ഭീകരതയെക്കുറിച്ച് പറയുമ്പോൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ നടപ്പാക്കുന്നത്? കാരണം ഭരണഘടനയുമായി ബന്ധപ്പെട്ട്, ഭരണഘടന ഇപ്പോൾ തിരുത്തി എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഭരണഘടനയിൽ വെള്ളം ചേർത്തുകൊണ്ട്, ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെള്ളം ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ രാജ്ഭവനിൽ തന്നെ ഇപ്പോൾ ഈ പറയുന്ന ഈ ഭാരതമാതാവിനെ വെക്കുന്നത്. ഭാരതമാതാവിനെ വെക്കൽ മാത്രമല്ല, എത്ര കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട്. ഇവിടെ ദേശീയ പതാകയല്ല, കാവിക്കൊടി മതി ദേശീയ പതാകയ്ക്ക് പകരം എന്ന് പറയുന്ന BJP നേതാവ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ ഒരു കുഴപ്പമില്ലല്ലോ. കേസെടുത്തെന്ന് പറയാം, എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും അറിയില്ല. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ സ്വാഭാവികതയിൽ നടന്നു പോകും. ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇത് ഭാരതാംബയുടെ ചിത്രത്തിൽ ആദ്യമായി വിളക്ക് കൊളുത്തിയാൽ ഗവർണർ അല്ല കേട്ടോ. കേരളത്തിൽ അത് ചർച്ചയായത് VD സതീശൻ്റെ പേരില്ല, പറവൂരിലായിരുന്നു. ഗുരുജി ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷവേളയിൽ പറവൂരിൽ സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഇതേ ഭാരതാംബയുടെ ഇതേ ചിത്രത്തിന് മുൻപിൽ വിളക്ക് കൊളുത്തി, കുനിഞ്ഞു നിന്ന് വിളക്ക് കൊളുത്തുന്നയാളുടെ പേര് VD സതീശൻ എന്ന് കൂടിയാണ്. ഞാനത് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ജിമ്മിയിലേക്ക് വരാം. ജിമ്മി, ഈ പഴയ ഗവർണറും പുതിയ ഗവർണറും തമ്മിലുള്ള താരതമ്യം, കാത് കുത്തിയവൻ പോയപ്പോൾ കടുക്കിനിട്ടവൻ വന്നു എന്നുള്ളതാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ റോഡിലൊക്കെ ബഹളം വയ്ക്കുന്ന, വേണമെങ്കിൽ വാടാ എന്ന് വിളിക്കുന്ന അവിടെ നിന്ന് നല്ല ഒന്നാന്തരം RSSകാരൻ രാജേന്ദ്ര ആർലേക്കർ വളരെ പക്വതയോടുകൂടി ഒരു വാക്കുപോലും മോശം പറയില്ല, പക്ഷേ ചെയ്യാനുള്ളത് കൃത്യമായി ചെയ്യും. അങ്ങനെയുള്ള ഒരു ആർലേക്കറെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത്. അതുതന്നെയാണ് അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ പ്രകോപനം, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ പരിപാടിയിൽ ഉണ്ടായ പ്രകോപനം, ഇത് രണ്ടും ഗവർണർ ഉണ്ടാക്കിയതല്ല, മറിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, LDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനങ്ങളാണ്. ആദ്യത്തെ പ്രശ്നത്തിന് ശേഷം CPI ആ പരിപാടി ഉപേക്ഷിച്ചതിന് ശേഷം അന്ന് ഗവർണറുടെ ഭാഗത്തു നിന്ന് രാജ്ഭവനിൽ നിന്ന് അറിയിപ്പ് വന്നത്, പൊതുപരിപാടികളാണെങ്കിൽ വേണ്ട, വിളക്ക് കൊളുത്തുന്ന സർക്കാർ പരിപാടി ഇല്ലല്ലോ, അപ്പോൾ പിന്നെ അത് നടക്കില്ല, സ്വകാര്യ പരിപാടികൾ വിളക്കൊക്കെ ഉണ്ടെങ്കിൽ ഇത് വേണം. അങ്ങനെ അതൊരു പുതിയ നോർമലാക്കി, എന്നാൽ പിന്നെ വലിയ കുഴപ്പമില്ല എന്നൊക്കെ നമ്മളെ സർക്കാരും സമ്മതിച്ചെന്ന് തോന്നിയ സമയത്താണ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്ന സർക്കാരുമായ ഒരു ബന്ധവുമില്ലാത്ത, വേണമെങ്കിൽ സ്വകാര്യമെന്ന് പറയാവുന്ന ഒരു NGOയുടെ പരിപാടിയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുകയും മന്ത്രി ശിവൻകുട്ടി എഴുതി തയ്യാറാക്കിയ പ്രസംഗവുമായി വന്ന് നല്ല നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തത്. ഇന്ന് സെനറ്റ് ഹാളിൽ, കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിൽ ഈ പരിപാടി നടക്കുമ്പോൾ ആ പരിപാടി ഒരു സ്വകാര്യ സംഘടന വാടകയ്ക്കെടുത്തതാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ മതപരമായ പരിപാടികൾക്ക് ഈ ഹാള് കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളതാണ് എൻ്റെ അറിവ്. ഞാനതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ പടമോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പടം പറ്റില്ല, പക്ഷേ ഒരു രാഷ്ട്രീയ പരിപാടി നടത്തുന്നതിന് തടസ്സമില്ല. അപ്പോൾ പിന്നെ എന്തിനായിരുന്നു പ്രകോപനം? ഇത് ശിവൻകുട്ടിയുടെ കാര്യത്തിലായാലും ഇതിൻ്റെ കാര്യത്തിലായാലും ഈ രണ്ട് സംഭവത്തിലും ഇടതുമുന്നണി CPM ഇതൊരു രാഷ്ട്രീയ നിലപാടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്.
CPI അതിന് മുമ്പേ തീരുമാനിച്ചു. ഗവർണറുടെ പരിപാടിയിൽ നിന്ന് ഗവർണറോട് നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞ് പരിപാടിയുടെ വെന്യൂ തന്നെ മാറ്റിവെച്ച ശേഷം അവർ കേരളം മുഴുവൻ ഒരു സമര പരിപാടി നടത്തി. ഭാരത് മാതാ കി ജയ് വിളിച്ച പരിപാടി ഉണ്ടായിരുന്നു, വിളിക്കാത്ത പരിപാടി ഉണ്ടായിരുന്നു. ഇതാണ് CPI തുടങ്ങി CPM ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ പരിപാടി, ഇതിൻ്റെ പശ്ചാത്തലം. അതുകൊണ്ട് പ്രകോപനം ആർലേക്കറുടെ ഭാഗത്തു നിന്നല്ല, ഇടതു മുന്നണിയുടെ ഭാഗത്തു നിന്നാണ്. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ പ്രകോപനം ഉണ്ടാക്കിക്കൂടാ എന്നാണ് ചോദ്യമെങ്കിൽ പ്രകോപനം ഉണ്ടാക്കേണ്ടതാണ്. കാരണം ഗവർണർ എന്ന് പറയുന്നത് രാജേന്ദ്ര ആർലേക്കർക്ക് എന്തും ചെയ്യാം, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരു പരിപാടിയിൽ കുട്ടിയുടെ ചോറൂണിനോ എന്തും ചെയ്യാം. പക്ഷേ ഈ പരിപാടികളിലെല്ലാം അത് സർക്കാർ പരിപാടിയല്ല, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ആയാലും അടിയന്തരാവസ്ഥയുടെ ഓർമ്മപ്പെടുന്ന ചടങ്ങായാലും അദ്ദേഹം ക്ഷണിക്കപ്പെടുന്നത് ഗവർണറായിട്ടാണ്. ഒരു ഗവർണർ ഒരു പരിപാടിക്ക് പോയാൽ എന്തിനാണ് പ്രോട്ടോക്കോൾ? അങ്ങനെയാണ് ഇത്തരം പരിപാടികൾക്ക് പ്രോട്ടോക്കോൾ ഇല്ലേ? ഉണ്ട്. ഗവർണറായി പങ്കെടുക്കുന്ന എല്ലാ പരിപാടിക്കും പ്രോട്ടോക്കോൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ആളാണ് ഈ ഗവർണർ. ആ ഗവർണർ ചെയ്യാനും പാടില്ലാത്തതുമായ കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഇരിക്കുമ്പോൾ ബാക്കിയുള്ളവർ ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളുണ്ട്. അതിൻ്റെ പേരാണ് പ്രോട്ടോക്കോൾ. അങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ഒരു മനുഷ്യന് ഇന്ത്യയുടെ ഭരണഘടനയുമായിട്ടും ഇന്ത്യയുടെ നിയമസംഹിതയുമായിട്ടും ഒരു ബന്ധവുമില്ലാത്ത ഒരു ചിത്രം, അത് വെറും ചിത്രമല്ല, നിങ്ങൾക്ക് അയൽ രാജ്യങ്ങളുമായിട്ടൊക്കെ വളരെ ബന്ധവും ഊഷ്മളമായതും അല്ലാത്തതും മറ്റു പല കാര്യങ്ങളുമുണ്ട്, അന്താരാഷ്ട്ര റിലേഷൻസ് ഉണ്ട്. ഇതെല്ലാം ഇരിക്കും. ഇതൊന്നും അല്ലാത്തൊരു പടം, ഒരു മതത്തിൻ്റെതെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കൊടി, ഒരു സിംഹം, പിന്നെ സ്വർണ്ണാഭരണ വിശുദ്ധ ഒരു കിരീടമൊക്കെ ഉണ്ടെന്ന് അല്ലേ, കിരീടമൊക്കെ ഉള്ള ഒരു പടം. ഇത് ഗവർണർ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, ഒരു രാഷ്ട്രീയ സംഘടനയുടെ കുറേ കാലമായി അവർ കൊണ്ടു നടക്കുന്ന മറ്റൊരു ഐഡിയോളജിയുടെ ചിഹ്നമാണ്. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നിട്ട് കാൾ മാർക്സിൻ്റെ പടം വെച്ചിട്ട് ഒരു പരിപാടിയിൽ നിന്നാലോ, മുഖ്യമന്ത്രി എന്ന പദവിയിൽ ഇരുന്നു കൊണ്ടാണത് ചെയ്യുന്നതെങ്കിൽ അത് പ്രശ്നമാണ്. പാർട്ടി സെക്രട്ടറി ആയിട്ടോ പാർട്ടിയുടെ വേറെ എന്തെങ്കിലുമായിട്ടാണ് ചെയ്യാം, പാർട്ടി ഓഫീസിൽ ചെയ്യാം. അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ പോയിൻ്റ്, ഇത് പ്രശ്നമുണ്ടാക്കിയത് CPM ആണ്, LDF ആണ്, SFI ആണ്. അത് ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം ഗവർണർ എന്ന് പറയുന്ന പദവിയിൽ നിൽക്കുന്ന ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയ ശേഷം അത് അവസാനം മുമ്പ് പറഞ്ഞതുപോലെ ന്യൂ നോർമലായി മാറിക്കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ അകത്തൊരു ദണ്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ബന്ധവുമില്ലാത്ത രാജാധികാരത്തിൻ്റെ ഓർമ്മപ്പെടുന്ന ഒരു ദണ്ട്. ഇനി ആ ദണ്ട് അവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല. ദണ്ട് തൊടുന്നവൻ ദേശവിരുദ്ധനായി പോകും. ഇങ്ങനൊരു പുതിയ നോർമൽ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടയേണ്ടതാണ് രാഷ്ട്രീയ പ്രവർത്തനം. അത് ചെയ്യുക തന്നെ വേണം. പക്ഷേ ഒരു അപകടം ഞാൻ മുന്നിൽ കാണുന്നത്, ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം നമ്മളൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ വിളിച്ച ഒരു മുദ്രാവാക്യമാണെന്നും ഭാരത മാതാവ് എന്നൊരു സങ്കല്പമുണ്ടെന്നും, അല്ലെങ്കിൽ തന്നെ മദർലാൻഡ് എന്നാണ്, ഫാദർലാൻഡും ഉണ്ട് ജർമ്മനി, പക്ഷേ മദർലാൻഡ് എന്ന് പറയുന്നൊരു സാധനം, അതിനൊരു അമ്മയുടെ സങ്കല്പം, ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ ചിഹ്നം വെച്ചാണ് കളിക്കുന്നത്. ആ കളി വളരെ ഡേഞ്ചറസ് ആണ്, വളരെ സൂക്ഷിച്ച് കളിക്കേണ്ടതുമാണ്. ആ കളിയിൽ ചിലപ്പോൾ BJPക്ക്, ചിലപ്പോൾ RSSന് ഒരു മേൽക്കൈ കിട്ടാനുള്ളൊരു സാധ്യതയുള്ളൊരു ഗെയിമാണ്. RSS വരച്ചു വെച്ച ഒരു കളത്തിലേക്കാണ് ഇടതുമുന്നണിയും മറ്റുള്ളവരും ചെന്ന് കയറുന്നത്. സൂക്ഷിച്ച് കളിക്കണം, പക്ഷേ കളിക്കുക തന്നെ വേണം. ഈ കളിയിൽ തോക്കാൻ പാടില്ലാത്തതുമാണ്. കാരണം കാലാകാലങ്ങളായി ഇങ്ങനെ ചിഹ്നങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ മാറ്റിയെടുത്തിട്ടാണ് ഇവിടുത്തെ നറേറ്റീവ് തന്നെ മാറ്റുന്നത്. സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കിലെ ആശയങ്ങൾ മാറ്റുന്നത് പോലെ പുറത്തുനിന്ന് വന്ന വിദേശ ശക്തികളെ നമ്മുടെ രാജാക്കന്മാർ തോൽപ്പിച്ച് ഓടിച്ചു, പിന്നെ ഞങ്ങളങ്ങ് ഏറ്റവും അവസാനത്തെ മത്സരത്തിൽ ഞങ്ങളങ്ങ് തോറ്റു കൊടുത്തതേ ഉള്ളൂ എന്ന് പറഞ്ഞ ചരിത്രം മാറ്റുന്നത് പോലെ ഇവിടെ ഇതാണ് ഇന്ത്യയുടെ ചിഹ്നം, അത് ഇഷ്ടമില്ലാത്ത ആളുകളാണ് ബാക്കിയുള്ളവർ എന്ന് പറഞ്ഞു വെപ്പിക്കേണ്ട ശ്രമമുണ്ട്. അതിനെ എതിർത്ത് തോൽപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ ഒരു പ്രകോപനം അത് ഇടതുമുന്നണി ഉണ്ടാക്കി, SFI ഉണ്ടാക്കി, അത് ചെയ്യണം. ഈ ആർലേക്കറെ പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പോലെയല്ല, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വലിയ പ്ലാനുമായി വരുന്നത്. നോക്കൂ, ഇന്ത്യയിൽ 9 സംസ്ഥാനങ്ങളിൽ BJP അല്ല ഭരിക്കുന്നത്. ആ ഓരോ സംസ്ഥാനത്തിലും ഓരോ അജണ്ടയുമായിട്ട് ഗവർണറെ അയച്ചിട്ട് അവർക്ക് ഭരിക്കാൻ പറ്റാത്ത രീതിയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഒരൊറ്റ ഉദാഹരണം, ഒരു ബില്ല് വന്നാൽ എത്രയും പെട്ടെന്ന് ആ ബില്ലിൽ തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ഇവർ തർക്കിക്കുന്നത് എത്രയും വേഗമെന്ന് പറഞ്ഞാൽ അത് എത്ര കാലം വേണമെങ്കിലും ആകാമെന്നാണ്. കോടതി അവസാനം ഇടപെടേണ്ടി വന്നു. ഇങ്ങനെ ഓരോ കാര്യത്തിനും കോടതിയിലെടുത്ത് പോയി ഉത്തരവ് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ 4 വശത്തു നിന്നും പുതിയ നറേറ്റീവ് കൊണ്ടുവരാനും പ്രതിപക്ഷ കക്ഷികളെ, പ്രതിപക്ഷ ശബ്ദങ്ങളെ ഇല്ലാതാക്കാനുമുള്ള ശ്രമം നടക്കുന്ന ഒരു കാലത്ത്
രാജേന്ദ്ര ആർലേക്കർ ഇതൊരു സ്വകാര്യ പരിപാടിയാണ്, അതെൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞാൽ സൗകര്യമില്ല എന്ന് പറയാനുള്ള ആർജവത്വം അത് കേരളത്തിലുള്ളവർ കാണിച്ചു, കേരളത്തിലെ ഇടതുപക്ഷം കാണിച്ചു. അതിന് സല്യൂട്ട്. ഇനിയും വേണം ഇത്തരം സമരങ്ങൾ. മീറ്റ് ദി എഡിറ്റേഴ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഭാരതാംബ വിഷയം ഇന്നിപ്പോൾ സെനറ്റ് ഹാളിൽ വീണ്ടും വിവാദമായിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വീണ്ടും പ്രകോപനമുണ്ടാക്കുന്നു എന്നതാണ് ചോദ്യം. നമുക്കിപ്പം പിയാ സുനിൽ കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. പിയാ സുനിൽ, ഗുഡ് ഈവനിങ് പിയാ സുനിൽ. ഇതിപ്പോൾ രാജ്ഭവൻ കടന്ന് സെനറ്റ് ഹാളിലേക്കും തൃശ്ശൂരിലെ മാള NSS കരയോഗത്തിലേക്കും ഒക്കെ ഭാരതാംബ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. RSS എന്ത് വിചാരിച്ചോ, ഗവർണർ എന്ത് വിചാരിച്ചോ, അതിൻ്റെ അനുരണനങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും വീണ്ടും പ്രകോപനമുണ്ടാക്കുകയാണോ ഗവർണർ? പിയാ സുനിൽ. അരുൺ, തീർച്ചയായും ഒരു വിശാലമായ രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമായി ഗവർണർ നീങ്ങുന്നുവെന്ന് നമുക്ക് വിലയിരുത്തിയാൽ ഒരു തർക്കവും ഉണ്ടാവില്ല, ഒരു സംശയം ഉണ്ടാവില്ല. ഏതായാലും ഈ ഭാരതാംബ എന്നൊരു സങ്കല്പം, ഭൂമി എന്നൊരു ഒരു രാജ്യം എന്നത് നമ്മളൊരു സ്ത്രീയായിട്ടും ഒരു മാതാവായിട്ടും ഒക്കെയാണ് സങ്കല്പിക്കുന്നത്. കാരണം സ്ത്രീ സുരക്ഷ, മാതാക്കളെ അമ്മമാരെ ആദരവോടെ കാണുക എന്നൊക്കെ ഒരു സങ്കല്പത്തിന്റെ ഭാഗമായാണ് നമ്മൾ അങ്ങനെയൊരു വിശേഷണം നൽകുന്നത്. പക്ഷേ ഈ രൂപത്തിലുള്ള ഒരു ഭാരതാംബ ആരുടെ സങ്കല്പമാണ് എന്നതാണ്. കാരണം സ്വാതന്ത്ര്യത്തിന് മുൻപുണ്ടായിരുന്ന ഭാരതാംബയല്ല ഇപ്പോൾ പ്രദർശിപ്പിക്കുന്ന ഭാരതാംബ എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ദൈവസങ്കല്പങ്ങൾക്ക് ചേരുന്ന രൂപവും ഭാവവും ഒക്കെയുള്ള ഭാരതാംബയാണ് ഇപ്പോൾ ഗവർണർ പ്രദർശിപ്പിക്കുന്നത്. സർവാഭരണ വിഭൂഷിതയായ ഒരു ഭാരതാംബ. അപ്പോൾ ഇതാണ് ഭാരതാംബ. ഇത് നിങ്ങൾ, ഈ ഭാരതാംബയെ നിങ്ങൾ പിന്തുടരണം, അല്ലെങ്കിൽ ആരാധിക്കണം. നിങ്ങൾ പൂക്കളർപ്പിച്ച് ഈ ഭാരതാംബയെ നിങ്ങൾ ആദരിക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ ഗവർണർ ആവശ്യപ്പെടുകയാണ്, നിർബന്ധിക്കുകയാണ്. ഏതായാലും ഗവർണർ അങ്ങനെ ഒരു നിലപാട് അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം നടത്തുന്നു എന്ന കാര്യം ഒരു തർക്കവുമില്ലാതെ നമുക്ക് പറയാൻ കഴിയും. നേരത്തെ രാജ്ഭവനകത്താണ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായത് എങ്കിൽ ഇപ്പോൾ രാജ്ഭവന് പുറത്തേക്ക് ഗവർണറുടെ ഈ ഒരു ശൈലി മാറിയിരിക്കുകയാണ്, ഈ ഒരു രീതി മാറിയിരിക്കുകയാണ്. ഗവർണറുടെ ഉത്തരവാദിത്വം എന്താണ്? ഗവർണർ എന്നതൊരു സംസ്ഥാനത്തിന്റെ തലവനാണ്. ഒരു സംസ്ഥാനത്തിന്റെ തലവൻ എന്ന് പറയുമ്പോൾ ആ സംസ്ഥാനത്തിലുള്ള എല്ലാ മതവിഭാഗങ്ങളുടെയും, ഹിന്ദുക്കളുടെ, മുസ്ലിങ്ങളുടെ, ക്രിസ്ത്യാനികളുടെ, ജൈനന്മാരുടെ, ബുദ്ധ മതക്കാരുടെ, ജൂതന്മാരുടെ, മതമില്ലാത്തവരുടെ, ഇനി RSS വിശ്വസിക്കുന്ന, രാജ്യസ്നേഹത്തിൽ വിശ്വസിക്കാത്ത ആളുകളുടെ, അങ്ങനെ എല്ലാവരുടെയും ഉള്ള ഒരു സംസ്ഥാനത്തിന്റെ തലവനാണ് ഗവർണർ. അപ്പോൾ ആ ഗവർണർ ഒരിക്കലും ഇതാണ് നിങ്ങളുടെ ഒരു ചിഹ്നം, ഇതിനെ നിങ്ങൾ ആരാധിക്കണം എന്ന് പറയാൻ പാടില്ല. ഗവർണർ ഒരു രാജാവല്ല, ഇതൊരു രാജഭരണ കാലമല്ല. 1947 സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യമാണ്. പിന്നീട് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ഒരു രാജ്യമാണ്. സ്വതന്ത്ര റിപ്പബ്ലിക്കാണ്, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായ ഒരു രാജ്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത് ആചരിക്കണം, നിങ്ങൾ ഇതിന് പിറകെ വരണം, നിങ്ങൾ ഈ ഒരു ഭാരതാംബ സങ്കല്പവുമായി മുന്നോട്ട് പോകണം എന്നൊക്കെ ഗവർണർ നിർബന്ധിക്കുന്നത് തീർച്ചയായും ഗവർണറുടെ ഉത്തരവാദിത്വം എന്താണോ അത് നിർവഹിക്കാതെ ഗവർണർ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ ഒരു മടിയുമില്ല. ഏതായാലും നേരത്തെ നമുക്കറിയാം, സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ടുകളിലായാലും പൂഞ്ചി കമ്മീഷൻ റിപ്പോർട്ടിലായാലും ഒക്കെ തന്നെ ഒരു ഗവർണർ എന്ത് ചെയ്യാം, എന്ത് ചെയ്യാൻ പാടില്ല എന്നത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വിരുദ്ധമായാണ് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പ്രവർത്തിക്കുന്നത് എന്നത് ഒരു വലിയ രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ്. നമുക്ക് നേരത്തെ അറിയാം, പശ്ചിമ ബംഗാളിൽ ഗവർണർ എങ്ങനെയാണ് മമതാ ബാനർജിയെ നേരിട്ടത്. അവിടുത്തെ ഒരു രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. സർക്കാർ എന്ത് നടപടി എടുത്താലും അതിനെ എതിർക്കുക. പിന്നീട് ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലൊക്കെ തന്നെ നമുക്കറിയാം. ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ബീഹാറിലാണ്, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ എവിടെയൊക്കെയാണ് ഒരു രാഷ്ട്രീയ നീക്കം നടത്തേണ്ടത്, ആ രാഷ്ട്രീയ നീക്കം നടത്തേണ്ട ആ അതത് സംസ്ഥാനങ്ങളിൽ, പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ അത്തരത്തിൽ രാഷ്ട്രീയ നീക്കം നടത്താൻ ശേഷിയുള്ള അവരെ ഗവർണർമാരായി കൊണ്ടുവരിക എന്നത് BJPയുടെ കഴിഞ്ഞ 11 വർഷത്തിനിടയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. അതിന്റെ ഭാഗമായാണ് തമിഴ്നാട്ടിലെ ഗവർണർ വരുന്നത്, ബീഹാറിലെ ഗവർണർ വരുന്നത്, അതിന്റെ ഭാഗമായാണ് പശ്ചിമ ബംഗാളിലെ ഗവർണർ വരുന്നത്, മറ്റ് പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ വരുന്നത്. കേരളത്തിലും അത് തന്നെയാണ്. അപ്പോൾ കേരളത്തിൽ വളരെ കൃത്യമായി BJPയുടെ ഒരു വലിയ ഒരു രാഷ്ട്രീയ ലക്ഷ്യം, കുറേ കാലമായി BJP ശ്രമിച്ചിട്ടും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനത്ത് ഗവർണറിലൂടെ ആ ഒരു രാഷ്ട്രീയ ലക്ഷ്യം BJP മുന്നോട്ട് വെക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. ഗവർണർ അങ്ങനെ പ്രവർത്തിക്കാനേ പാടില്ല. പൂഞ്ചി കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായി നിൽക്കുന്നവരെ ഗവർണർമാരായി നിയമിക്കാൻ പാടില്ല എന്നതാണ്. അവർ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് സജീവമായി നിൽക്കുന്നുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തിന് പുറത്ത് അവരെ നിയമിക്കാം, പക്ഷേ അവർ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമാകാൻ പാടില്ല. പക്ഷേ ഗവർണർ ഇപ്പോൾ നൽകുന്നത് കൃത്യമായ ഒരു രാഷ്ട്രീയ സന്ദേശമാണ്. അത് RSSന്റെ സന്ദേശമാണ്, അത് ഹിന്ദുത്വ ഐഡിയോളജിയുടെ സന്ദേശമാണ്. ആ ഐഡിയോളജി ഗവർണറുടെ ഒരു സ്വകാര്യ മുറി
പരിപാടിയിലല്ല, പൊതുപരിപാടിയിൽ അത് അവതരിപ്പിക്കുകയാണ്, ആ സന്ദേശം നൽകാൻ ശ്രമിക്കുകയാണ്. അത് അങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധിക്കുകയാണ്, ഒരു പൊതുസമൂഹത്തോട് നിർബന്ധിക്കുകയാണ്. ഒരു പൊതുസമൂഹം എന്നത് എല്ലാ മതവിശ്വാസങ്ങളുമുള്ള, മതവിശ്വാസങ്ങളില്ലാത്ത, വിവിധ രാഷ്ട്രീയ വിശ്വാസങ്ങളുള്ള, ഒരു വ്യത്യസ്ത സമൂഹങ്ങളുള്ള ഒരു സമൂഹത്തിൽ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ചിഹ്നത്തെ മുൻനിർത്തി ഇത് നിങ്ങൾ പിന്തുടരണം, ഇതാണ് ഭാരതാംബ, ഇതാണ് രാജ്യസങ്കല്പം, ഇതാണ് രാജ്യസ്നേഹം എന്ന് ഗവർണർ പറയുന്നത് തീർച്ചയായും ഒരു ഗവർണറെ സംബന്ധിച്ച് സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഇതൊരു ഭരണഘടനാ ലംഘനമായി വേണമെങ്കിൽ നമുക്ക് പറയാം. തീർച്ചയായും ആ അർത്ഥത്തിൽ ഗവർണർ സൃഷ്ടിക്കുന്നത് ഒരു പ്രകോപനം തന്നെയാണ് എന്ന് പറയുന്നതിൽ യാതൊരു മടിയുമില്ല. തീർച്ചയായിട്ടും പി എസ് സുനിൽ, താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വീണ്ടും വീണ്ടും പ്രകോപനമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ നമുക്ക് ലളിതയുക്തി കൊണ്ട് വിശദീകരിക്കാൻ കഴിയില്ല. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താ? ഇന്ന് ജൂൺ 25, 2025 50 വർഷങ്ങൾക്ക് മുമ്പ് 1975 ജൂൺ മാസം 25-ാം തീയതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ അരനൂറ്റാണ്ട് തികയുന്ന ദിവസമാണ്. ഈ ദിവസമാണ് നമ്മളിത് വീണ്ടും ചർച്ചയ്ക്കെടുക്കുന്നത്. സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അടിയന്തരാവസ്ഥയെക്കുറിച്ചും എം.എൻ. വിജയൻ മാഷ് പറഞ്ഞൊരു വാചകമുണ്ട്. അത് ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. എന്താണ് എം.എൻ. വിജയൻ മാഷ് പറയുന്നത്? ഒരു പശുവിനെയാണ് അദ്ദേഹം ഉപമിക്കുന്നത്. പശു തൻ്റെ കഴുത്തിലെ കയറ് അത് മുറുകുമ്പോൾ മാത്രമാണ് പാരതന്ത്ര്യത്തിൻ്റെ ബോധം ആ പശുവിൽ ഉണ്ടാവുകയുള്ളൂ. അതുവരെ, അതായത് പശു കഴുത്തിൽ കെട്ടിയിരിക്കുന്ന കയറ് മുറുകുന്നതുവരെയും അതൊരു ജനാധിപത്യ വ്യവസ്ഥയിലാണെന്ന് വിശ്വസിച്ചുകൊണ്ടേയിരിക്കും. യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥ നേരിട്ട് നമ്മുടെ മുന്നിലുള്ളൊരു കയർ കുരുക്കായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇന്ന് ഭാരതാംബയുടെ പേരിലും പാർലമെൻറ്റിൽ സ്ഥാപിച്ച ചെങ്കോലിൻ്റെ പേരിലും ഹിന്ദുത്വ എന്ന പ്രൊജക്റ്റിൻ്റെ പേരിലും ഈ നാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ഒരു കയറ് സാവധാനം മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാസിസ്റ്റ് രീതിയാണ്. പാരതന്ത്ര്യത്തിൻ്റെ ലോകത്തേക്ക് വളരെ സാവധാനമേ നമ്മൾ എടുക്കുന്നുള്ളൂ. പക്ഷേ ഇതാർക്കും ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് തൃശ്ശൂർ മാളയിൽ ഭാരതാംബയുടെ ചിത്രം വയ്ക്കുമ്പോൾ ചില ആളുകൾക്കെങ്കിലും സംശയം തോന്നി, ഇതിനകത്ത് എന്താ കുഴപ്പം എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്നതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞതുപോലെ പശുവിൻ്റെ കഴുത്തിലെ കയറ് മുറുകിയിട്ടില്ല. അവിടെ വന്നിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ, അതവരുടെ ഭാരതാംബ എന്ന് പറയുന്ന ഒരു സാഹിത്യ സങ്കല്പത്തിൻ്റെ ഒരു പ്രതീകമല്ലേ എന്നുള്ളതാണ്. എന്നാൽ വസ്തുതകൾക്ക് വിരുദ്ധമാണ് അത് എന്നുള്ളത്. ആ പ്രതീകം എന്ന് പറയുന്നത് ഒരു ഫാസിസ്റ്റ് ചിഹ്നമായി മാറുന്നു എന്നുള്ളത് അറിയാതെയാണ് അതിലെ കാവിക്കൊടി, അതിലെ ഭൂപടം, അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന സ്ത്രീയുടെ രൂപം, അതിൽ പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങൾ, ഇതെല്ലാം നമ്മൾ സൂക്ഷ്മമായ പഠനത്തിന് വിശദമാക്കുമ്പോഴാണ് ഇത് ഒരു ഫാസിസ്റ്റ് രീതിയാണെന്നും ഒരു ഹിന്ദുത്വ പ്രോജക്റ്റിനെ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ബോധ്യത്തിലേക്ക് ലയിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്നും മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് സ്പെയിനിൽ ഫ്രാങ്കോ ഫാസിസം കൊണ്ടുവന്നത്? സ്പെയിനിൽ ഫ്രാങ്കോ ഫാസിസം കൊണ്ടുവരുന്നത് ആ അർത്ഥത്തിൽ നാഷണൽ യുണൈറ്റിയുടെ പേരിലായിരുന്നു. സ്പാനിഷ് യുണൈറ്റി ആയിരുന്നു, സ്പാനിഷ് ഐക്യമായിരുന്നു ഒരു പ്രധാനപ്പെട്ട ആശയം. ആ ആശയത്തിൻ്റെ പേരിലാണ് ഫ്രാങ്കോ കൊണ്ടുവരുന്നത്. പക്ഷേ അതിനവിടെ സ്റ്റേറ്റിൻ്റെ പിന്തുണയുണ്ടായിരുന്നു. അതിനുശേഷം മുസോളിനി കൊണ്ടുവരുന്നു. ഏകദേശം ഒരേ കാലത്ത് 1939-40 കാലഘട്ടങ്ങളിൽ ഇറ്റലിയിൽ മുസോളിനി കൊണ്ടുവരുന്നു. അവിടെയും സ്റ്റേറ്റിൻ്റെയും പാർട്ടിയുടെയും പിന്തുണയുണ്ടാവുന്നു. ഹിറ്റ്ലർ കൊണ്ടുവരുന്നു ജർമ്മനിയിൽ, അവിടെയും അതിൻ്റെ പിന്തുണയുണ്ടാവുന്നു. നമുക്കറിയാവുന്ന ഫാസിസ്റ്റ് രൂപങ്ങൾ സ്പെയിനിലെ ഫ്രാങ്കോയുടെയും ഇറ്റലിയിലെ മുസോളിനിയുടെയും ജർമ്മനിയിലെ ഹിറ്റ്ലറുടേതുമാണ്. പക്ഷേ എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു പ്രോജക്റ്റാണ് ഹിന്ദുത്വ പ്രോജക്റ്റ്. എന്താ ഹിന്ദുത്വ പ്രോജക്റ്റിൻ്റെ പ്രശ്നം? ഇപ്പോൾ ഹിന്ദുത്വ എന്ന് പറയുന്ന ആശയത്തിന് സ്റ്റേറ്റിൻ്റെ പിന്തുണ ആവശ്യമില്ല, ഒരു പാർട്ടിയുടെ പോലും പിന്തുണ ആവശ്യമില്ല. ഭാരതാംബ എന്ന് പറയുന്ന ഒരൊറ്റ ചിഹ്നത്തിനു തന്നെ ഹിന്ദുത്വ എന്ന ആശയത്തെ സമൂഹത്തിൽ ഒരു ആഴത്തിൽ വേരോടുന്ന ഒരു അസ്വസ്ഥതയായിട്ട് മാറ്റാൻ പറ്റും. അതിന് പിന്നിൽ അണിനിരക്കുന്ന മനുഷ്യരുണ്ടാവും. ഹിന്ദുത്വ ഇങ്ങനെ കത്തിച്ചു വെച്ച്, ഹിന്ദുത്വ എന്ന ചിത്രത്തിന് മുന്നിൽ തിരി കത്തിച്ചു വയ്ക്കാൻ ക്യൂ നിൽക്കുന്ന മനുഷ്യരെ സ്റ്റേറ്റിൻ്റെ പിന്തുണയില്ലാതെ, പാർട്ടിയുടെ പിന്തുണയില്ലാതെ സ്വയം സൃഷ്ടിക്കാൻ കഴിയുന്നൊരു വ്യവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ തൃശ്ശൂരിൽ മാളയിലൊരു കരയോഗത്തിൽ ഈ ചിത്രം എങ്ങനെ വന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവിടെയാണ്, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ പരിപാടിയിലല്ല തുടങ്ങി വെച്ചത്. എവിടെ? രാജ്ഭവനിൽ ഒരു സ്റ്റേറ്റിൻ്റെ പരിപാടിയിൽ. ഇപ്പോൾ നടക്കുന്നത് എവിടെയാണ്? സ്റ്റേറ്റിന് പുറത്ത്, സമൂഹത്തിൻ്റെ മധ്യത്തിൽ. ഇപ്പോൾ നടക്കുന്ന സ്ഥലം എവിടെയാണ്? അത് കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളാണ്. എന്താ സെനറ്റ് ഹാളിലെ ചട്ടം? ഞാൻ ഇന്നിപ്പോൾ രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട് ഈ ഉത്തരവ് കൊടുത്ത ആ ഉത്തരവൊന്നെടുത്തു. ആ ഉത്തരവിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഞാനിത് വായിക്കാം. ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പരിപാടിക്കാണ് ഈ അനുമതി കൊടുത്തിരിക്കുന്നത്. ആ അനുമതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് സെമിനാർ നടത്തുന്നതിന് 2025 ജൂൺ 25 ബുധനാഴ്ച വൈകുന്നേരം 5 മണി മുതൽ കേരള സർവകലാശാല സെനറ്റ് ഹാൾ അനുവദിച്ചു നൽകണമെന്ന് സൂചന പ്രകാരം അപേക്ഷിച്ചിരുന്നു. പരിപാടിക്ക് സെനറ്റ് ഹാൾ അനുവദിക്കുന്നതിന് സർവകലാശാലയുടെ നിലവിലുള്ള നിബന്ധനകൾ കർശനമായി പാലിക്കേണ്ടതാണ്. മതപരമായ പ്രസംഗങ്ങളോ പ്രഭാഷണങ്ങളോ ഒഴിവാക്കേണ്ടതും സർവകലാശാലയുടെ
സർവകലാശാലയുടെ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രതിച്ഛായയ്ക്ക് ഹാനി വരാത്ത വിധത്തിൽ പരിപാടി സംഘടിപ്പിക്കേണ്ടതുമാകയാൽ വിശദമായ കാര്യപരിപാടി സർവകലാശാലയിൽ ഈ പറയുന്നത് പോലെ ചട്ടങ്ങൾക്ക് വിധേയമായിട്ട് അത് അനുവദിച്ചു കൊള്ളുന്നു എന്നുള്ളതാണ് ഉത്തരവ്. ആ ചട്ടം ഞാനൊന്ന് പരിശോധിച്ചു. ആ ചട്ടമാണ് നേരത്തെ ജിമ്മി സൂചിപ്പിച്ചത്. ആ ചട്ടത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പരിപാടി നടത്തുന്ന അല്ലെ ചട്ടം നമ്പർ 2, ഏതെങ്കിലും തരത്തിൽ ഈ പരിപാടി നടത്തുന്ന ആളുകൾ സെനറ്റ് ഹാള് വാടകയ്ക്ക് എടുക്കുന്ന ഈ പരിപാടിക്കല്ലാതെ ഏതെങ്കിലും തരത്തിൽ മറ്റൊരു പരിപാടിക്ക് അത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. മതചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി തന്നെ ചട്ടം 2 പറയുന്നുണ്ട്. മതപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു പരിപാടിയിലോ ഏതെങ്കിലും തരത്തിലുള്ള പ്രസംഗങ്ങളോ ആ പരിപാടിയിൽ ഉൾപ്പെടുത്തി സെനറ്റ് ഹാളിൽ നടത്താൻ പാടുള്ളതല്ല. കാരണം അതൊരു അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത്തരമൊരു അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷന് ഏതെങ്കിലും തരത്തിൽ മതപരമായ വിഭാഗീയ ചിന്ത പടർത്തുന്ന ഒരു പരിപാടി അനുവദിക്കുക സാധ്യമല്ല. അപ്പോൾ ചോദ്യം ഇതാണ്, എന്താണ് അവിടെ മതപരമായിട്ടുള്ള പ്രശ്നം? ഇവിടെ വന്നിരിക്കുന്നത് ഭാരതാംബയല്ലേ? ആ ഭാരതാംബ മതപരമായിട്ട് എങ്ങനെയാണ് പ്രശ്നമാകുന്നതെന്നേ? അപ്പോൾ ചോദ്യം ഇതാണ്, നിങ്ങളുടെ ഭാരതാംബയിൽ പറയുന്ന ഈ ചിഹ്നങ്ങൾ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നത്? നേരത്തെ ഗവർണർ പറയുന്നു കാവി ഭാരതീയ സംസ്കാരത്തിന്റെ പ്രതീകമാണെന്ന് പറയുന്നു. സമ്മതിച്ചു. കഷായ വസ്ത്രധാരികളായ മനുഷ്യർ പണ്ട് തീവണ്ടിയിൽ സഞ്ചരിക്കുന്ന കാഷായ വസ്ത്രധാരം, അതാണ്. അതിപ്പോ കഷായമായി. ആ അവസ്ഥയിൽ അത് കാണുന്ന മനുഷ്യരെ ആ അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് കാവി കഷായം ധരിച്ചു വരുന്ന മനുഷ്യർ ഇപ്പൊ കാണുമ്പോൾ കേക്കൂ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഫാസിസം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. അത് പ്രവർത്തിക്കുന്നതിന്റെ രൂപങ്ങളാണ് ഈ പറയുന്നത്. അപ്പോ ആ കാഷായ വസ്ത്രധാരിയായിട്ട് നിൽക്കുന്നവരെ കാണുമ്പോൾ സമൂഹം ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു കാലമുണ്ട്, ഇപ്പോഴുമുണ്ട്. അങ്ങനെ ബഹുമാനം ആദരിക്കുന്ന മനുഷ്യരുണ്ട്. പക്ഷേ അതിനെ രാഷ്ട്രീയത്തിന്റെ ചിഹ്നമായിട്ട് ഉപയോഗിച്ച് തുടങ്ങുമ്പോഴാണ് അപകടമാവുന്നത്. ഇവിടെയാണ് ഭാരതാംബയുടെ കയ്യിൽ കൊടി പിടിച്ചിരിക്കുന്നത്. ആ ഭാരതാംബയുടെ കയ്യിൽ കൊടി പിടിച്ചിരിക്കുന്നത് എന്തിന്റെ പ്രതീകമാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഏത് ഘട്ടത്തിലാണ് നമ്മൾ ഈ പറയുന്ന കാവിക്കൊടി ഇന്ത്യ ഭാരതാംബയെ കണ്ടു തുടങ്ങുന്നത്? അത് ഏത് ആശയത്തെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്? അത് കൈപിടിച്ചിരിക്കുന്ന സ്ത്രീ ആരാണ്? മനസ്സിലാവുന്നില്ല. ആ സ്ത്രീ ഏതാണ്? ആ സ്ത്രീ നിൽക്കുന്ന പശ്ചാത്തലം ഏതാണ്? ഇത് യഥാർത്ഥത്തിൽ ഭാരതാംബയാണോ? അങ്ങനെയാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ അമ്മയല്ലേ? അങ്ങനെയാണെങ്കിൽ അപ്പുറത്ത് മ്യാൻമാർ അമ്മയുണ്ട്, ബർമ അമ്മയുണ്ട്, പാകിസ്ഥാൻ അമ്മയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുന്നതാണോ ഭാരതാംബ? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ നിങ്ങൾ സർവകലാശാലയുടെ ഒരു പരിസരത്ത് കൊണ്ടുപോയി ഇങ്ങനൊരു ചിത്രം പ്രതിഷ്ഠിക്കുക, ആ ചിത്രം പ്രതിഷ്ഠിച്ചിട്ട് അതിന് പൂജ ചെയ്യുക, ഇതൊന്നും അത്ര ലളിതയുക്തിയിലല്ല വിശദീകരിക്കുക. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പണ്ടൊക്കെ നേരിട്ട് പടക്ക കച്ചവടമായിരുന്നു. ഇപ്പോൾ പടക്ക കച്ചവടം നടത്തി ബോംബിട്ട് പോകുന്നതായിരുന്നു ഫാസിസമെങ്കിൽ ഇപ്പോൾ അങ്ങനെ വേണ്ട. ഇപ്പോൾ സമൂഹം തന്നെ ഒരു ബോംബായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തിരികൊളുത്തി വിട്ടാൽ മതി, പൊട്ടുന്നത് സമൂഹമാണ്. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഇപ്പോൾ ഭാരതാംബയെക്കുറിച്ച് ഗവർണർ സംസാരിക്കുക വേണ്ട, അത് ഏറ്റെടുക്കാൻ പത്മനാഭ സേവാ സമിതിക്കാർ വരും, അത് ഏറ്റെടുക്കാൻ ആര് വരും? NSSലെ ചില ആളുകൾ വരും, അത് ഏറ്റെടുക്കാൻ SNDPയിലെയോ മറ്റേതെങ്കിലും ചില ആളുകൾ വരും, സമൂഹത്തിലെ പല പല തുറകളിൽ നിന്നുള്ള മനുഷ്യർ വരും. ഇവർക്കൊന്നും ആ സമുദായത്തിൻ്റെ പൂർണ്ണ പിന്തുണയില്ല. NSSൻ്റെ പിന്തുണയോടുകൂടിയല്ലോ മാളയിൽ അത് സ്ഥാപിക്കാൻ വന്നത്, ഒടുവിൽ ഇറക്കി വിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊക്കെ വളരെ പരമപവിത്രമായി കരുതുന്ന ഒരു ആശയമല്ലേ അത്? ആ സാഹിത്യ സങ്കല്പമല്ലേ അത്? ആ ആശയത്തെ ഇത്ര കോമാളിത്തരം നിറഞ്ഞ രീതിയിൽ രാഷ്ട്രീയമായ അവസരത്തിനു വേണ്ടി, രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പിന് വേണ്ടി ഒരു ഗവർണർ തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളത് അത്യന്തം നിരാശാജനകമാണ് എന്നുള്ളതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അതിന് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചില്ലെങ്കിൽ അവർക്ക് ആ അർത്ഥത്തിൽ രാഷ്ട്രബോധമോ നീതിബോധമോ ഇല്ലാത്തവരായിട്ട് ചരിത്രം അവരെ മുദ്രകുത്തുമായിരുന്നു. അതും അടിയന്തരാവസ്ഥയുടെ അരനൂറ്റാണ്ട് പിന്നിടുന്ന ഈ വേളയിൽ ആ വിദ്യാർത്ഥികൾ കാണിച്ച ജാഗ്രത, നമ്മുടെ ജനാധിപത്യം ഏതു നിമിഷവും കനത്ത ജാഗ്രതയുടെ കൂടെ നിന്നില്ലെങ്കിൽ അത് വഴുതിപ്പോകുമെന്നും ഈ പശുവിനെ കെട്ടിയിട്ടിരിക്കുന്ന കയറുപോലെയെന്നും കുരുക്കുമെന്നുമുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അവിടെ വിദ്യാർത്ഥികൾ നടത്തിയ ആ പ്രതിഷേധം ആ അർത്ഥത്തിൽ വളരെ വിലപ്പെട്ടതുമാണ്. അത് അനിവാര്യമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സർവകലാശാലയുടെ ചാൻസലർ കൂടിയാണ് ഈ ഗവർണർ ഈ ഘട്ടത്തിലും എന്നത് ഓർമ്മിക്കണം. ആ ഗവർണർ ഒരു കാരണവശാലും അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു എന്നതാണ് എൻ്റെ ടേക്ക്. നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരുന്നു. ആന്റോ അഗസ്റ്റിൻ, പ്രകോപനം ഉണ്ടാക്കുകയാണോ ഗവർണർ? തീർച്ചയായിട്ടും പ്രകോപനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗവർണറുടെ ലക്ഷ്യം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഗവർണർ കേരളത്തിലേക്ക് വരുമ്പോൾ തന്നെ വളരെ സൗമ്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പോഴേ നമുക്ക് തോന്നിയതാണ് ഇത് അത്ര നല്ല രീതിയിലല്ല. ജിമ്മി പറഞ്ഞതുപോലെ കാതളം പോയപ്പോൾ കടുക്കനിട്ട് വന്നു എന്നുള്ളതാണ് ഗവർണറുടെ കാര്യത്തിൽ നമ്മൾ കാണേണ്ടത്. ഇന്ന് ഗവർണർ പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. ഈ പ്രതിഷേധം എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇതെന്താ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണോ? ഇത് ജനാധിപത്യമാണോ? ഗവർണർ ഹാളിലേക്ക് എത്താൻ അനുവദിക്കുന്നില്ല. ഇതൊക്കെ നേരെ കേന്ദ്രത്തിലേക്ക് ചോദിച്ചാൽ മതി ഗവർണർ.
അല്ലാതെ കേരളത്തിൽ ആരോടാ ചോദിക്കുന്നത്? ഇതാണ് അദ്ദേഹത്തോട് നമുക്ക് പറയാനുള്ളത്. ഇത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയല്ല. ഇതിനകത്ത് ഇവരെ രാജാക്കന്മാരല്ല ഭരിക്കുന്നത്. ഇത് ജനാധിപത്യമാണ്. ഇവിടെ അതാണ് ഭരണഘടനയ്ക്ക് അടിസ്ഥാനമായിട്ടാണ് ഈ പറയുന്ന ഗവർണർ അടക്കം നിൽക്കുന്നത്. ഗവർണർ എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ അധിപൻ എന്നാക്കി കൊടുക്കുന്നത് എന്തുകൊണ്ട് ഭരണഘടനയാണ്. ആ ഭരണഘടനയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ അദ്ദേഹത്തോട് സഹകരിക്കും, നടപ്പിലാക്കിയാൽ അദ്ദേഹത്തെ എതിർക്കും എന്നുള്ളതാണ്. SFI ആയാലും DYFI ആയാലും CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും KSU ആണെങ്കിലും ആരാണെങ്കിലും കേരളത്തിൽ ഇമാതിരിയുള്ള ഒരു പരിപാടിക്ക് നിന്ന് കൊടുക്കില്ല എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ആഹർലേക്കറിൻ്റെ മുന്നിൽ മാത്രമല്ല ആരിഫ് മുഹമ്മദിന് മുന്നിലും തോറ്റു കൊടുത്തിട്ടില്ല. എന്തിനാണ് ഈ ചെറിയ കുട്ടികൾ റോഡിലിറങ്ങി കൈകൂടി കാണിച്ച് എന്തിനു വേണ്ടിയിട്ടാണ് വെല്ലുവിളിച്ചത്? ആരെയാണ്? ചെറിയ കുട്ടികളെയാണ്. ചെറിയ കുട്ടികളെ പോലും പറയുന്നത് പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഗവർണർമാരാണ് സംസ്ഥാനത്ത് ഇരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ആരോടത് പറയാൻ പറ്റുക? ഏതെങ്കിലും ഒരു ഫോട്ടോ കൊണ്ടുവന്നിട്ട് ഒരു പടം കൊണ്ടുവന്നിട്ട് ഇവരെ നിങ്ങൾ ആരാധിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കേരളമാണെന്നേ. ഇവിടെ അങ്ങനെയൊന്നും നടക്കില്ല. ഇത് പിണറായി വിജയൻ ഭരിക്കുന്ന സംസ്ഥാനമാണ്. ഇവിടെ കോൺഗ്രസ് ഭരിച്ചിട്ടുള്ള സംസ്ഥാനമാണ്. ഇവിടെ ജനാധിപത്യമുള്ള സംസ്ഥാനമാണ്. ഇവിടെ ജനങ്ങൾ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒറ്റക്കെട്ടായി ഈ പറയുന്ന ഉരുൾ പൊട്ടുമ്പോൾ പോയിട്ട് പണിയെടുക്കുന്ന സംസ്ഥാനമാണ്. അവിടെ വന്ന് ജനങ്ങളെ അവിടെ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ മുസ്ലിമാണോ നോക്കിയിട്ടല്ല എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ എടുത്ത് നോക്കുന്നത് അങ്ങനെയല്ല. ഇവരുടെ എല്ലാം ചോരയുടെ നിറം ഒന്ന് തന്നെയാണ്. നമ്മൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്, നമ്മൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. ഒരു ചാൻസലറായ ഗവർണർ പഠിപ്പിക്കുന്നതാണോ? അദ്ദേഹമാണ് തലവൻ. ഇദ്ദേഹം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അതിന് ഉയർന്നു വരേണ്ട ശബ്ദം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ശബ്ദമാണ്. ആ വിദ്യാർത്ഥികളുടെ ശബ്ദമാണ് SFIയിലൂടെ കണ്ടത്. അത് തകർക്കുക എന്നുള്ളതാണ് SFIൻ്റെയും കേരളത്തിലെ ഓരോ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും അടിസ്ഥാനമായിട്ടുള്ള കാര്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ കേരളത്തിൽ ഇതുപോലുള്ള ഒരു അഭ്യാസവും നടക്കില്ല. ഈ അഭ്യാസം നടത്താൻ വന്ന ഗവർണർമാരും ഒക്കെ മുന്നിൽ അവസാനം വരെ പോരാടി അവസാനം മറ്റുള്ള സംസ്ഥാനത്തേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എത്രയോ സംസ്ഥാനങ്ങൾ കണ്ടു. എനിക്ക് ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പുതിയതായിട്ട് വന്നപ്പോൾ പറഞ്ഞാൽ എന്താ അറിയോ, ഇനി ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വികസനമായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നന്നായി, ഈ പാർട്ടി നന്നായി, ഇനി കേരളം രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു വികസനം കാണുന്നില്ലല്ലോ. വന്നിട്ട് 4-5 മാസമായില്ലേ, എന്തെങ്കിലും വികസനം കണ്ടോ? നമ്മൾ ചർച്ച ചെയ്യുന്നത് കണ്ടോ? ഒന്നും ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. ഒരു സൈഡിൽ കൂടെ സെപ്പറേറ്റ് ആയിട്ട് ഈ പറയുന്ന വർഗീയത കടത്തിവിടുകയും വർഗീയതയിൽ ചോട്ട് നേടാൻ പറ്റും. എത്ര നാളായി ഇതിനുവേണ്ടി ശ്രമിക്കുന്നു? കേരളത്തിൽ നടക്കുന്നുണ്ടോ? ഒരു സീറ്റ് ഇത് വെച്ച് നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു സീറ്റ് 500 വോട്ടാണ് നിലമ്പൂർ കൂടിയത്. എത്ര? 500, 8000 വോട്ട്. നമ്മുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മേടിച്ച എത്രയാണെന്നറിയോ? 20,000 വോട്ട്. അതിൻ്റെ പകുതി നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരു പാർട്ടിക്ക്, ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് കേരളത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി, ഒരു നേതാവ് പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി നേടിയതിൻ്റെ പകുതിയിൽ താഴെ വോട്ട് മാത്രമാണ് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് കേരളത്തിൽ നേടാൻ കഴിഞ്ഞുള്ളൂ. അത് എന്തുകൊണ്ടാണ്? ഒറ്റ കാരണം കൊണ്ടാണ്. ഈ വർഗീയത പറയുന്നതുകൊണ്ടാണ്. ഈ വർഗീയത പറഞ്ഞുകൂടെ ഇവർക്ക്? ഞാൻ ഈ ബ്ലാക്ക് മാസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ബ്ലാക്ക് മാസിൻ്റെ ചിഹ്നം എന്താണെന്നറിയോ? തല തിരിച്ച് പിടിച്ച കുരിശാണ്. കുരിശ് നേരെ പിടിച്ചാൽ എന്താണ്? ലക്ഷക്കണക്കിന് വിശ്വാസികളെയും കോടിക്കണക്കിന് വിശ്വാസികളുടെയും അവരുടെ ചിഹ്നമാണ് ബ്ലാക്ക് ബാസ്. നേരെ തല തിരിച്ച് പിടിക്കും. എന്തിനു വേണ്ടിയിട്ട്? അത് അവരെ ചിഹ്നാക്കി വെക്കും. ഇതുപോലെയാണ് ഇത് കണ്ടിരിക്കുന്നത്. നേരെ ഇന്ത്യനെ നമ്മൾ എന്തിനാണ് ആരാധിക്കുന്നത്? ഏത് രീതിയിലാണ് നമ്മൾ ബഹുമാനിക്കുന്നത്? നമ്മൾ എന്തിനാണ് ദേശീയഗാനം പാടുന്നത്? അതിനെല്ലാം നേരെ തിരിച്ചു പറയുകയാണ്. ഏതെങ്കിലും ഒരു ചിഹ്നമുണ്ട്, ഇതാണ് ഭാരതാംബ, നിങ്ങൾ പൂക്കൾ അർപ്പിച്ചോളൂ, നിങ്ങൾ വിളക്ക് കൊടുത്തിക്കോളൂ എന്ന് പറയുകയാണ്. എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരാൾ അംഗീകരിക്കുമോ? ഇവർക്ക് പറ്റുമായിരിക്കും. ഞാൻ കഴിഞ്ഞ മിഡ് അഡ്ജസ്റ്റിലൊക്കെ പറഞ്ഞു, സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തെ കൊണ്ടുവന്നിട്ട് നിങ്ങളിതിനെ ആരാധിക്കും എന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ചിന്തിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ കൈപ്പത്തിൻ്റെ ഒരു വലിയ ഇതുണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഒരു ഫോട്ടോയും വെച്ച്, രാഹുൽ ഗാന്ധിയുടെ ഒരു ഫോട്ടോയും വെച്ചിട്ട് ഇതിനെ നിങ്ങൾ ആരാധിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? അപ്പോൾ ഇതൊന്നും നടക്കില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇവർക്കത് മനസ്സിലാവും, ഇവർക്ക് നടപ്പിലാക്കാൻ കഴിയും എന്നുള്ള. ഇതിനെ മതവുമായി കൂട്ടിക്കെട്ടി എന്നിട്ട് ഇതാണ് മതചിഹ്നം, ഇതാണ്. നമ്മൾ ഏതെങ്കിലും അമ്പലത്തിൽ കണ്ടോ? ഇത് കേരളത്തിൽ ഏതെങ്കിലും അമ്പലത്തിൽ കണ്ടോ? മതചിഹ്നം ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനമായിട്ട് കണ്ടോ? അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ ഇത് ആദ്യം കൊണ്ടുവെക്കുന്നത് ഗവർണറുടെ ഓഫീസിലാണ്, അല്ലെങ്കിൽ ഗവർണറുടെ ഹാളിലാണ് കൊണ്ടുവെക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അതിനുശേഷം ഇദ്ദേഹം പോകുന്ന സ്ഥലത്ത്, അപ്പം ജിമ്മി നേരത്തെ പറഞ്ഞതുപോലെ എവിടെയാണോ നമ്മൾ പോകുന്നത്, പ്രോട്ടോക്കോൾ ഒരു ഗവർണർക്ക് ഉണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിൽ മുഴുവൻ ഇതുണ്ടാവണമെന്ന് അവർ പ്രോട്ടോക്കോൾ പാലിക്കേണ്ട ഉത്തരവാദിത്തം ഗവർണറുടെയാണ്. നമ്മൾ ഒരു ഉദാഹരണം പറയാം. നമ്മളോട് ഒന്ന് ചോദിക്കുമല്ലോ, നിങ്ങൾ ഒരു ഗവർണറുടെ പരിപാടി പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയുടെ പരിപാടി പങ്കെടുക്കുമ്പോൾ ആരൊക്കെയാണ് ആ സ്റ്റേജിലിരിക്കുന്നത്? അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? അവരെങ്ങനെയാണ് ഇവരോട് ചോദിക്കുന്നത്? ഇതൊക്കെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് പ്രോട്ടോക്കോൾ ഉള്ളതുകൊണ്ടല്ലേ. അദ്ദേഹം ഇങ്ങനെ ഒരു സംവിധാനത്തെ കൈകാര്യം ചെയ്യുന്നത് ഗവർണർ വീട്ടിലല്ലല്ലോ കൊണ്ടുവെക്കുന്നത്, RSSൻ്റെ ഓഫീസിലല്ലോ കൊണ്ടുവെക്കുന്നത്. എത്ര നാളായി ഇത് പറയുന്നു. പക്ഷേ ഇതൊന്നും കേരളത്തിൽ വിലപ്പോകില്ല കേട്ടോ. ഇതൊന്നും കേരളത്തിൽ വിലപ്പോകില്ല. അത് ഓഫീസിലല്ല, വീട്ടിലല്ല, നടുറോട്ടിൽ കൊണ്ടുവച്ചിട്ടാണെങ്കിലും ഗവർണറെ തടയാനുള്ള സംവിധാനം കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾക്കും ഭരണപക്ഷ പാർട്ടികൾക്കും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്കും ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്കും ഉണ്ടാവും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത്. കാരണം പിണറായി വിജയൻ പറഞ്ഞെന്താ, വന്നപാടെ നല്ല ഗവർണറാണെങ്കിൽ സഹകരിക്കും,
നല്ല അതിനുള്ള സഹകരണത്തിൽ എല്ലാ സംവിധാനം കൊടുത്തല്ലോ, അദ്ദേഹം സ്വീകരിച്ചല്ലോ, അദ്ദേഹത്തെ എല്ലാവിധ സഹകരണം കൊടുത്തല്ലോ. തെറ്റിക്കഴിഞ്ഞാൽ തെറ്റാണ്. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോയി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു, എന്നിട്ട് ഇറങ്ങിപ്പോന്നു ഇല്ലേ? അതെന്താണ്, അത് കേരളത്തിൽ നടക്കുള്ളൂ, വേറെ സ്റ്റേറ്റിൽ നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് കേരളത്തിൽ ഈ അഭ്യാസമൊന്നും നടക്കില്ല. ഇത് ഒരു വലിയ പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ്. ഈ പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് ഈ ഗവർണർ പോകുന്നതോടുകൂടി അടച്ചു വെക്കേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് ഒരു വർഷത്തിനുള്ളിൽ BJPക്ക് വരുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് ഈ കാര്യത്തിനകത്ത്. സുജയ, ചർച്ചകളൊക്കെ കൊഴുക്കട്ടെ. RSS ഇവിടെ തന്നെ കാണും, 100 വർഷമായിട്ട് ഇവിടെയുണ്ട്, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ഉണ്ടാകും. അടിയന്തരാവസ്ഥ കാലത്ത് RSSന്റെ പങ്ക് എന്താണ് എന്നതടക്കം ചർച്ച ചെയ്യുന്ന ഒരു ദിവസം തന്നെയാണ് ഈ വിവാദത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ പ്രൊവോക്കേഷൻ നടത്തിയത് ഗവർണറാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലോ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലോ യാതൊരു തരത്തിലുള്ള പ്രകോപനവും ഇന്നത്തെ ദിവസം കണ്ണിന് നല്ല കാഴ്ചശക്തിയുള്ള ആർക്ക് നോക്കിയാലും കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോഴും അത് കാണാതെ കണ്ണടച്ച് ഇടത്തേക്ക് മാത്രം ചരിഞ്ഞിരുന്നാണ് നോക്കുന്നതെങ്കിൽ ഒരുപക്ഷെ കാണാൻ പറ്റിയെന്നും വരില്ല. ഇവിടെ ഇരുണ്ട കാലത്തിന്റെ അരനൂറ്റാണ്ടാണ്. അടിയന്തരാവസ്ഥയുടെ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പരിപാടിയിലാണ് അവിടെ ഗവർണർ പങ്കെടുക്കാനായി എത്തിയത്. അവിടെ ഒരു അസോസിയേഷൻ ഓഫ് എമർജൻസി വിക്ടിംസ്, അവരാണ് ആ പരിപാടിയിൽ പങ്കെടുത്ത ഭൂരിഭാഗം ആളുകളും. അടിയന്തരാവസ്ഥയുടെ കിരാതമർദ്ദനമൊക്കെ നേരിട്ട മനുഷ്യരടക്കം അവിടെ പങ്കെടുക്കാനുണ്ടായിരുന്നു. അല്ലാതെ അവിടെ വന്നിരുന്ന ആളുകൾ മുഴുവൻ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആരാധനാക്രമത്തിന് വന്നിരുന്നവരല്ല. എമർജൻസി വിക്ടിംസിന്റെ ഒരു കൂട്ടായ്മയാണ് പരിപാടി സംഘടിപ്പിച്ചത് എന്നതുകൂടി മനസ്സിലാക്കണം. ഈ പരിപാടിയെ വിമർശിക്കുമ്പോൾ അടിയന്തരാവസ്ഥയെ നിങ്ങൾ വിമർശിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി എടുത്ത നിലപാടുകളെ നിങ്ങൾ വിമർശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ഗവർണറെ വിമർശിക്കുന്നു. കാരണം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ്, RSS ആണ് നമ്മുടെ പൊതുശത്രു. അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞുപോയ കാര്യമല്ലേ, ഇന്ന് കോൺഗ്രസിന് ഖേദമുണ്ട്. എന്നിട്ട് ആ ഖേദപ്രകടനമൊന്നും അടിയന്തരാവസ്ഥയുടെ 50 വർഷം പൂർത്തിയായ വേളയിൽ കോൺഗ്രസിൽ നിന്നൊന്നും കണ്ടില്ല. അതിനെയൊക്കെ ന്യായീകരിക്കുന്ന ചില പോസ്റ്റുകളൊക്കെ വലിയ വലിയ നേതാക്കളെന്ന് സ്വയം നടിക്കുന്ന ചിലരിൽ നിന്ന് കാണുകയും ചെയ്ത ദിവസമാണ് ഇന്നത്തേത്. ഇവിടെ ഈ ഇരുണ്ട കാലത്തിന്റെ ദിവസങ്ങൾ, ഈ 625 ദിവസങ്ങളൊന്നും ജീവനുള്ള കാലത്തോളം ഒരു ഇന്ത്യക്കാരന് മറക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു കറുത്ത കാലത്തിന്റെ ഓർമ്മ തന്നെയാണ് ഇന്നത്തെ ദിവസം അനുസ്മരിപ്പിക്കുന്നത്. ആ പരിപാടിയിലാണ് ഗവർണർ ഇന്ന് അതിഥിയായി പങ്കെടുത്തത്. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികാഘോഷം എമർജൻസി വിക്ടിംസ് സംഘടിപ്പിച്ച പരിപാടി കൂടിയാണ് അത്. ആ സംഘാടക സമിതിക്കൊപ്പം തന്നെ അതിൽ പങ്കെടുത്ത ആളുകൾ ആരൊക്കെയാണ് എന്ന് കൂടി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇന്നും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഈ അടിയന്തരാവസ്ഥയുടെ ചവിട്ടും കുത്തും എല്ലാം ഏറ്റുവാങ്ങിയ മുഖ്യമന്ത്രിയാണല്ലോ ഇന്ന് കേരളം ഭരിക്കുന്നത്. എന്നിട്ടും അരപ്രാണനായും ഒക്കെ കിടക്കുന്ന എത്രയോ മനുഷ്യരുണ്ടെന്നറിയുമോ ഈ അടിയന്തരാവസ്ഥ കാലത്ത് മർദ്ദനമേറ്റവർ. അവർക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ പെൻഷൻ കൂട്ടിക്കൊടുക്കുന്നതിലേക്ക് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ സഹായം എത്തിക്കുന്നതിലേക്കൊക്കെ ഒരു സർക്കാർ പോകുന്നതിനെക്കുറിച്ച് ചർച്ച നടക്കുമ്പോഴാണ് അവർക്ക് പങ്കെടുക്കുന്ന പരിപാടിയിൽ ആ പരിപാടി അങ്ങ് റദ്ദാക്കിയെന്ന് രജിസ്ട്രാർ പ്രഖ്യാപിക്കുന്നത് നമ്മൾ ഇന്ന് കാണുന്നത്. ശ്രീപത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച പരിപാടി അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ചാണ്. ആ പരിപാടിയുടെ ഒരു പവിത്രത എന്താണ് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ രീതിയിലുള്ള കണ്ണടച്ചുള്ള വിമർശനം ഒരു പാർട്ടിക്ക് വേണ്ടി നടത്തില്ലായിരുന്നു. ഇനി ഈ പരിപാടിയിലെ വിവാദ വിഷയത്തിലേക്ക് വരാം. വീണ്ടും പ്രകോപനത്തിനോ എന്ന ചോദ്യത്തിന് നോ എന്നാണ് എൻ്റെ ഉത്തരം. കാരണം ഒരു പ്രകോപനത്തിനും ഗവർണർ അവിടെ മുതിർന്നിട്ടില്ല. ആ പരിപാടിയുടെ ഉള്ളടക്കം എന്താണ് എന്നതുകൂടി അതുകൊണ്ടാണ് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞത്. അതൊരു സ്വകാര്യ പരിപാടിയാണ്. ആ സ്വകാര്യ പരിപാടി ശ്രീപത്മനാഭ സേവാ സമിതി കൃത്യമായി 2 തവണ കത്തയച്ച് കൃത്യമായി രേഖാമൂലം ഈ പരിപാടി നടത്തുന്നതിനുള്ള അനുമതി, കൃത്യമായി അതിൻ്റെ പണമടക്കം അടച്ച് ആ ഹോൾ എടുത്തതാണ്. അവിടെ 5 മണിക്ക് ശേഷം ആ ഹോൾ ഒക്യുപ്പൈ ചെയ്യാനായിട്ടുള്ള എല്ലാ റൈറ്റ്സും ഈ സംഘാടക സമിതിക്കുണ്ട്. അതുകൊണ്ടാണ് അവർ അവരുടേതായ രീതിയിൽ ആ പരിപാടി ക്രമീകരിച്ചത്. അവിടെ മതപരമായ പരിപാടികൾ, മതപരമായ പ്രഭാഷണങ്ങൾ, അവയ്ക്കൊക്കെയാണ് സെനറ്റ് ഹാൾ വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരിപാടി നടത്തുമ്പോൾ വിലക്ക്. അല്ലാതെ അവിടെ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ DJ മാത്രം നടത്തിയാൽ പോരല്ലോ. അടിയന്തരാവസ്ഥ കാലത്തെ അതിന്റെ ദുരിതം പേറുന്ന മനുഷ്യരെ ആദരിക്കാനായിട്ടുള്ള പരിപാടിയാണെന്നേ ഗവർണർ അവിടെ നടത്തിയത്. അടിയന്തരാവസ്ഥ കാലത്തെ അല്ല DJയും വേടന്റെ പാട്ടുമൊക്കെ അല്ലല്ല. DJ നിങ്ങളങ്ങനെ പറയാതെ, ഉള്ളിലിരിപ്പ് എന്താണെന്ന് നമുക്കറിയാമല്ലോ. RSSന്റെ കൊടി കാണുന്നത് വേടനാണ് പ്രശ്നമെന്നൊന്നുമല്ല. ശരി, DNA പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്നല്ലേ, കൂടുതലൊന്നും പറയാതിരുന്നതാണ് മെച്ചം. അതെ അല്ല, താങ്കൾ എന്റെ സമയം കൂടി എടുക്കണ്ട, എന്റെ സമയം കൂടി എടുക്കണ്ട. എന്തായാലും അപ്പോൾ ഇവിടെ പരിപാടി റദ്ദാക്കുന്നതായി രജിസ്ട്രാർ അറിയിച്ചു. എന്നിട്ട് എന്ത് പറ്റി? രജിസ്ട്രാർ അറിയിച്ചിട്ടും ഗവർണർ വേദിയിലെത്തി 6:25 പ്രതിഷേധിക്കാനായി നിന്ന SFI കുഞ്ഞുങ്ങളുടെയൊക്കെ ഇടയിൽ കൂടി തന്നെയാണ് ആ കാറ് കടന്നു വന്നത്. അതും കണ്ണുള്ളവർക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റി. അപ്പോൾ പരിപാടി റദ്ദാക്കുന്നതായി ഒരു ഫോൺ കോൾ അങ്ങോട്ട് രാജ്ഭവനിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ വരാതിരിക്കുന്ന ആളല്ല രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും അവിടെ പോയി എഴുതി തയ്യാറാക്കിയ പ്രസംഗം വായിച്ച മന്ത്രി V ശിവൻകുട്ടിക്കും നേരത്തെ എതിർത്തിട്ട് പോയ മന്ത്രി P പ്രസാദിനും ഒക്കെ നല്ല വൃത്തിക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഇന്ന് ആ പരിപാടിയിൽ പങ്കെടുത്തതോടെ ഗവർണർ. ഇവിടെ സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണോ? അതാണല്ലോ നിയമപരമായി പരിശോധിക്കാൻ കഴിയുക. മതപരമായ ചിഹ്നമായിട്ടൊന്നും കാവിക്കൊടിയെ ഒരിടത്തും എടുത്ത് അങ്ങനെ കാണിക്കാൻ സാധിക്കില്ല. മതപരമായ ചിഹ്നമായി ഭാരതാംബയെയും എടുത്ത് കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ ചിത്രം അവിടെ വെച്ചത് ചട്ടവിരുദ്ധമായി നോക്കി കാണാനും സാധിക്കില്ല. നിയമപരമായിട്ടൊക്കെ പരിശോധിച്ച് നോക്കിക്കോളൂ. അതൊക്കെ മനസ്സിലാക്കിയിട്ട്
തന്നെയാണ് ഗവർണർ അവിടേക്ക് വന്നത്. ഈ നിയമോപദേശം തേടുന്ന ആളുകൾ ഒരു ഭാഗത്ത് മാത്രമല്ല മറുഭാഗത്തുമുണ്ട്. കൃത്യമായി അഭിഭാഷക പരിഷത്ത് അടക്കം ഉള്ള ഒരു സംവിധാനമാണ് RSS എന്നതുകൂടി മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ അടിയന്തരാവസ്ഥയുടെ വാർഷിക ദിനത്തിൽ സർവകലാശാലകൾ ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കണമെന്ന് ഇതേ ഗവർണർ വൈസ് ചാൻസലർമാർക്ക് കത്തയച്ചിട്ടുണ്ട്. ആ കത്ത് വാങ്ങിയ അങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നതിന് അനുമതി കൊടുത്ത ഒരു വൈസ് ചാൻസലറുമുണ്ട് കേരള സർവകലാശാലയ്ക്ക്. കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളാണ്. അപ്പോൾ ഈ അടിയന്തരാവസ്ഥയുടെ വാർഷിക ദിനത്തിൽ സംഘടിപ്പിക്കാൻ കഴിയുന്ന ഉചിതമായ ഒരു പരിപാടി തന്നെയാണ് ഇന്ന് സെനറ്റ് ഹാളിൽ നടന്നത്. അല്ലാതെ അത് RSSന്റെ പരിപാടിയാക്കാൻ നോക്കേണ്ട. ഈ ദിവസം മറ്റൊരു കാര്യം കൂടിയുണ്ട്. രാജ്യം തന്നെ, കേന്ദ്ര സർക്കാർ തന്നെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടിയവർക്ക് ആദരം അർപ്പിക്കുന്നതിനായി ഈ ദിവസം വിനിയോഗിക്കണമെന്ന് എല്ലാ സംസ്ഥാന സർക്കാരുകളോടും ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ വർഷം 2024 അത് ഒഫീഷ്യൽ ഓർഡറായും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സർക്കാരിനും ഈ പരിപാടിയെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഒരു സ്വകാര്യ സംഘടനയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്, ശ്രീപത്മനാഭ സേവാ സമിതിയാണ് എന്ന് കരുതി ആ പരിപാടിയുടെ ഉള്ളടക്കം കൂടി നോക്കി മാത്രമേ അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ അത് നടത്താൻ പറ്റില്ല എന്ന് പറയാനോ സാധിക്കുകയുള്ളൂ. അതാണ് അവിടുത്തെ വസ്തുത എന്ന് പറയുന്നത്. ഗവർണർ ഇന്ന് വന്നിട്ട് പറഞ്ഞത് എന്താണ്? ഗവർണർ ഇന്ന് വന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സംസാരിക്കുകയല്ല ചെയ്തത്. മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതുപോലെ ഗോഗോ വിളിച്ചിട്ട് പോവുകയല്ല ചെയ്തത്. ഗവർണർ അവിടെ വന്നിട്ട് വൃത്തിയായി സംസാരിച്ചു. അടിയന്തരാവസ്ഥ ജനാധിപത്യത്തിലെ കറുത്ത അധ്യായമാണ്. 2 മണിക്കൂറോളം താമസിച്ചതിന്റെ കാരണം നിങ്ങൾക്കറിയാം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞ ഗവർണറാണോ ഇവിടുത്തെ പ്രകോപനക്കാരൻ? എന്ത് ലോജിക്കിന്റെ പേരിലാണ് ഗവർണറെ ഒരു പ്രകോപനക്കാരനായിട്ട് ഇവിടെ മുദ്ര കുത്തുന്നത്? അതൊക്കെ മനസ്സിലുള്ള ആ ഒരു വിദ്വേഷത്തിന്റെ പ്രതീകമായി പുറത്തേക്ക് വരുന്നതാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? അടിയന്തരാവസ്ഥ കാലത്ത് ഞാനും പിതാവും ജയിലിലായിരുന്നു. അന്നത്തെ CPIM ബന്ധത്തെക്കുറിച്ച് MV ഗോവിന്ദൻ പറഞ്ഞതിന്റെ ബാക്കി ഇന്ന് ഗവർണർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് മനഃപൂർവ്വം തമസ്കരിക്കേണ്ട. CPIM-ഉം ജനസംഘവും അക്കാലത്ത് അടിയന്തരാവസ്ഥ കാലത്ത് ഒന്നിച്ച് മത്സരിച്ചു. അടിയന്തരാവസ്ഥയെ നേരിടാൻ CPIM-ഉം RSS-ഉം ഒന്നിച്ചു നിന്നു. ഒരു വെള്ളവും ചേർത്തിട്ടില്ല. കൃത്യമായിട്ട് തന്നെയാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത്. CPIM-ഉം RSS-ഉം ഒന്നിച്ചു നിന്നു. CPIM പ്രവർത്തകരെയും ക്രൂരമായി വേട്ടയാടി. മുഖ്യമന്ത്രി പിണറായി വിജയനും അടിയന്തരാവസ്ഥയുടെ ഇരയാണ് എന്നാണ് പറഞ്ഞത്. അല്ലാതെ RSS ഒരിക്കലും CPIM-ന്റെ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ CPIM ചെയ്ത നല്ല കാര്യങ്ങളെ കുറച്ച് കാണുന്ന ഒരു സംഘടനയൊന്നുമല്ല. ആ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് കൃത്യമായിട്ട് അംഗീകരിച്ച് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരാവസ്ഥയുടെ ആ വേദന അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ഒരു കത്തിന്റെ അടക്കം ദൃശ്യങ്ങൾ നമ്മൾ ഇന്ന് പുറത്തുവിട്ടല്ലോ. സാർ അവിടെ ഇരിക്കുക. സാറിന് സർട്ടിഫിക്കറ്റ് ഒന്നും തരുന്നില്ല. ഞാനിവിടെ പറഞ്ഞത് ഗവർണറുടെ കാര്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരാവസ്ഥയുടെ ഇരയല്ല. മുഖ്യമന്ത്രി ചരിത്രം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സംസാരിച്ചത് എന്നുള്ളതായിരുന്നു ചോദ്യം. 4 പേരുടെയും അഭിപ്രായം യെസ് എന്നാണ്, 2 പേരുടെ അഭിപ്രായം നോ എന്നാണ്. Meet the editors.